നമുക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. UAE-യിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം, ഫുജൈറയിൽ തീപിടുത്തമുണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇറാൻ ഡ്രോൺ ആക്രമണം അതിശക്തമായിരുന്നുവെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. 15ഓളം മിസൈലുകൾ UAE-ക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ടു. 12 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളുമാണ് ഇറാൻ ഉപയോഗിച്ചത് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ ഡ്രോണുകൾ ഉപയോഗിച്ചും മറ്റും ആക്രമണ ശ്രമം ഉണ്ടായി എന്ന വിവരം കൂടിയുണ്ട്. പക്ഷേ ഈ മിസൈലുകളൊക്കെ കൂടുതൽ മിസൈലുകളും തടുക്കാൻ സാധിച്ചു UAE-ക്ക്, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ ഉപയോഗിച്ച്. പക്ഷേ 3 ഇന്ത്യക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം UAE വീണ്ടും ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം, സമാധാന ശ്രമങ്ങൾ, ചർച്ചകൾ എങ്ങുമായിട്ടില്ല. അമേരിക്ക തുടർച്ചയായി ഇറാനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇറാനിൽ വലിയ അസംതൃപ്തിയും മറ്റുമുണ്ട്. ശാശ്വതമായി സമാധാനം വേണമെന്നാണ് അവരുടെ ആവശ്യം. പക്ഷേ അമേരിക്ക അതിന് വഴങ്ങുന്നില്ല. അങ്ങനെ വഴങ്ങിയില്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളിലേക്ക് ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇപ്പോൾ കുറേ നാളുകളായി സംഘർഷങ്ങൾക്ക് ഒരു അയവുണ്ടായിരുന്നു. വിമാന സർവീസുകളൊക്കെ പൂർണ്ണമായും തുറന്നു കൊടുക്കുന്ന പശ്ചാത്തലം, അതായത് വ്യോമയാന മേഖല പൂർണ്ണമായും പഴയ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എയർ സ്പേസ് ഒക്കെ തുറന്നു കൊടുത്തിരുന്നു UAE അടക്കമുള്ള രാജ്യങ്ങൾ. അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ നിലയിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. രൂക്ഷമാണോ ഗൾഫ് മേഖലയിലെ സ്ഥിതിഗതികൾ? രഞ്ജിത്ത്, ഗൾഫ് വീണ്ടും അശാന്തമാവുകയാണ്. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ നിരവധി ഉള്ള ഒരു പ്രദേശം. അവിടെ വലിയ ആശങ്കയ്ക്കാണ് ഇപ്പോൾ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കാരണം വെടിനിർത്തലുണ്ടായിരുന്നു, ഏപ്രിൽ 19 മുതൽ നടക്കുന്ന വെടിനിർത്തലിൻ്റെ ഒരു തുടർച്ചയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറുകയാണ്. ഇറാനും അമേരിക്കയും പരസ്പരം ആക്രമിക്കുന്ന നിലയിലേക്ക് പോകുന്നു. ഈ ആക്രമണത്തിനപ്പുറത്തേക്ക് UAE-യിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.